ഇത് ഇവിടെ ഇടാം, എന്നാലേ വിസിറ്റേഴ്സ് TV കാണാൻ ഒക്കൂ. ഓ, അതിനിവിടെ ആര് വരാനാ? പ്രേമേന്ദ്രന്റെ പ്രകൃതത്തിന് ആരെങ്കിലും കേറുവോ? പുതിയ താമസക്കാരെ പരിചയപ്പെടാനെങ്കിലും അയലത്തുകാർ വരും. വീട് നേരെ ചൊവ്വ ഇട്ടില്ലേ വരുന്നവര് വിചാരിക്കും ഞാനും പ്രേമേട്ടനെ പോലെ ഏതോ പട്ടിക്കാട്ടി കിടന്നതാന്ന്. അമ്മേ, ഇതൊന്ന് പിടിച്ചേ. എവിടെങ്കിലും ഒന്ന് ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ എനിക്ക് നടക്കാനൊക്കത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ സുലോചനെ? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പിടുത്തവാ. ഇനി നീ തന്നെ അങ്ങ് പിടിച്ചാ മതി. ഞാൻ പിടിച്ചു വലിച്ചിട്ട് മൊസൈക്കിൽ എങ്ങാനും പാട് വീണ പിന്നെ അത് മതി. കടവേടവും വാങ്ങിച്ചു വെച്ചതല്ലേ, അവന് ദണ്ണം കാണും. സഹായിച്ചില്ലെന്നതോ പോട്ടെ, വീട് പണിയാണെന്ന് അറിയിച്ചിട്ടേ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അതിനോട് ആരിയ്ക്കുന്നു വരാൻ? അച്ഛനൊരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് അറിയാലോ. പിന്നെ സഹായത്തിന് സുധി നിൽക്കുമായിരുന്നല്ലോ. അവനെ നിർത്താത്തതിന് ഞാനെന്ത് ചെയ്യാൻ? ട്യൂഷൻ പഠിക്കാൻ വരുന്ന പെമ്പിള്ളാർക്ക് എഴുത്തു കൊടുത്തുള്ള സഹായമല്ലേ, അതില്ലാതിരിക്കാ ഭേദം. കുട്ടികളായ ചില്ലറ പൊരുത്തക്കേടുകളൊക്കെ കാണിച്ചെന്നിരിക്കും. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നതാ കുഴപ്പം. അതിന് പെൺകുട്ടികളുടെ തന്തമാരോട് അങ്ങനെ വിചാരിക്കണ്ടേ? പറയുന്നോണ്ട് സുലോചനയ്ക്കൊന്നും തോന്നണ്ട. നിന്റെ ആങ്ങളയ്ക്ക് ഒരു എല്ല് കൂടുതൽ തന്നെയാ. ഉച്ചക്കെങ്കിലും ലീവ് എടുത്തോണ്ട് വരുമെന്ന് കരുതി. ഫർണിച്ചറൊക്കെ അവിടെ അവിടെ കിടക്കുന്ന കണ്ടിട്ടല്ലേ പ്രേമേട്ടൻ പോയത്. അതുകൊള്ളാം. മേശയും കസേരയും പിടിച്ചിടാൻ വേണ്ടി എടുക്കാനുള്ള ലീവ് അല്ല ക്യാഷ് ലീവ്. ആർക്കാ എപ്പോഴും എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അമ്മയ്ക്കാണെങ്കിൽ പ്രായമായിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീ ലീവ് എടുക്കേണ്ടി വരില്ല. ഞാൻ ഉടനെ ഒന്നും ചാവത്തില്ലടാ മോനെ. അല്ല, അത് ഞാൻ വേണ്ട വേണ്ട വേണ്ട. അല്ല, പാല് കാച്ചിനോ ആരെയും വിളിച്ചില്ല. അയൽവക്കത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയെങ്കിലും വേണ്ടടാ പ്രേമ. അതിന് പ്രേമേട്ടൻ സാമൂഹ്യ ജീവി അല്ലല്ലോ അമ്മേ. പിന്നെ ഇന്ന് കാലത്ത് ഇങ്ങോട്ട് ഒന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് അമ്മയ്ക്കും വരുമ്പോ ശ്വാസം വിട്ടു തുടങ്ങിയോ? എന്തിനാ പരിചയപ്പെടുന്നെന്ന്? തേങ്ങാമുറിക്കും തീപ്പെട്ടിക്കുള്ളിക്കും വേണ്ടി അയൽവക്കത്തേക്ക് ഓടാനേ ഇത് നാട്ടിൻപുറമൊന്നുമല്ല, VIP കോളനിയാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പൊങ്ങച്ചവും പത്രാസൊക്കെ കാണും. ആരുമായിട്ട് അത്ര അടുപ്പൊന്നും വേണ്ട. നമ്മളായി നമ്മുടെ പാടായി. അങ്ങനെ കഴിഞ്ഞാ മതി. മാർച്ച്, ഏപ്രിൽ. ഉറക്കായോ? ഉറങ്ങാനോ? നമ്മുടെ സ്വന്തം വീട്ടിൽ ആദ്യ രാത്രി ഇല്ലെന്ന്, അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? അയ്യടാ, ഇപ്പൊ എന്തൊരു മയം. മനുഷ്യരെ പോലെ സംസാരിക്കണമെങ്കിൽ നേരെ ഇരുട്ടണം അല്ലേ? നീ പറയുന്നത് കേട്ടാ തോന്നും പകല മുഴുവൻ ഞാനെന്ത് മൃഗമാണെന്ന്. വേറെ മൃഗമല്ല, കാണ്ടാമൃഗം. ആളുകളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരം ഉണ്ടല്ലോ, ഭയങ്കര ചീപ്പാ. ഞാനെപ്പോഴും അങ്ങനെ സംസാരിച്ച്? ഇന്ന് രാവിലെ പിന്നെ ഇവിടെ എന്തായിരുന്നു? അവരുടെ മുമ്പിൽ വെച്ച് എന്നെ സുധിയും കൊച്ചാക്കിയില്ലേ? നിനക്ക് ഫീൽ ചെയ്തോ? അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നേരെ ആവട്ടെ എന്ന് വിചാരിച്ചല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ആദ്യം വാദ്യന്മാര് നന്നാവട്ടെ, പിന്നീട് സ്റ്റുഡൻസിനെ നന്നാക്കാം. ഈ ചെവിക്ക് പിടുത്തവും വാദ്യന്മാരുടെ ഒരു ദുസ്വഭാവ. കൂട്ടത്തി ഭേദം ആ സൈക്കോളജി പ്രൊഫസറാ. എന്താ അയാളുടെ പേര്? ഡേവിഡ് ഗോമസ്. ഗോമസ് സാർ പറഞ്ഞത് പ്രേമേട്ടൻ ശ്രദ്ധിച്ചോ? എന്താ പറഞ്ഞത്? സ്വന്തം വീടൊക്കെ ആയില്ലേ, ഇനിയൊരു കുഞ്ഞാകാമെന്ന്. നമ്മുടെ കുഞ്ഞ് വാടക വീട്ടിൽ ജനിക്കരുന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് മാസാമാസം വാടക പണം വാങ്ങാൻ വരുന്ന ചാക്കോ മുതലാളിയാ. ശമ്പളത്തിൽ നിന്ന് വാടക നീക്കിയിട്ട് ബാക്കി കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ അസ്വസ്ഥനാകുന്ന അച്ഛന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. ഞാനറിഞ്ഞ വേദനകളൊന്നും എന്റെ കുഞ്ഞനുഭവിക്കരുത്. സായിപ്പ് പോയില്ലേ? നേരെ എത്തിയില്ലേ? ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുന്ന എങ്ങനെയാ? നാളെ പോയാൽ മതിയെന്ന് ഞാനാ പറഞ്ഞേ. ഈ കോലാഹലം കേട്ടിട്ട് എങ്ങനെ ഉറങ്ങുന്നു? നല്ല ക്ഷീണമുണ്ട്. ഒന്ന് പതുക്കെ വെച്ചൂടെ നിനക്ക്? വെസ്റ്റേൺ മ്യൂസിക് കേട്ടാ മലയാളം വാദ്യാർക്ക് പനി വരും അറിയില്ലേ?
വെറുതെ എന്തിനാ നീ ചേട്ടന്റെ കാഷ്വൽ ലീവ് കളയിക്കുന്നത്? അവൻ രാവിലെ തന്നെ പോവില്ലല്ലേ? അവൻ ഇവിടെ നിന്നാൽ എന്താ? തടി കേടാവും. ശാന്തിനഗറിലെ പെമ്പിള്ളേർക്ക് കത്ത് കൊടുക്കാനേ ഇവിടെ പോസ്റ്റ്മാനുണ്ട്. ഒരിക്കലും ഒരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് എപ്പോഴും അത് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുന്നത് എന്തിനാ? എന്തിനാന്നോ? എന്റെ സ്റ്റുഡൻസിന്റെ പേരൻസിന്റെ മുമ്പിൽ ചമ്മിയത് ഞാനാ. അവൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ മലയാളത്തിന് ആരാ ട്യൂഷന് വരിക? നിന്റെ ഈ മലയാളത്തെ കുത്തിയുള്ള വർത്താനമുണ്ടല്ലോ, കുറെ നാളായി ഞാനത് കേൾക്കുന്നു. മറ്റ് ഭാഷകളെ പോലെ തന്നെ മഹത്വമുള്ള ഭാഷ തന്നെയാ മലയാളവും. മലയാളം മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? വേറെ ഒന്നിനും അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉള്ളത് നല്ലതാ. പറയുന്ന ആൾ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് കളക്ടർ ഉദ്യോഗം വഹിക്കുകയാണല്ലോ. ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ? ധൈര്യമായിട്ട് പറയാലോ BA ലിറ്ററേച്ചറിൽ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. നമുക്ക് ഉറങ്ങാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എൽസയുടെ ഡാഡി ഉണ്ടോ അവിടെ? ഇല്ല, ടൂറില്ല. ആ വന്നാ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ആ പറയാം. സൈക്കിൾ മേടിച്ചു തരാന്ന് പറഞ്ഞോ? ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഏതാ നല്ലത്? അറ്റ്ലി സൈക്കിളാ നല്ലത്. നീയും അത് മേടിച്ചാ മതി. വേഗം മേടിച്ചു തരാൻ പറയടി. കാലത്ത് ഒന്നിച്ച് കറങ്ങാലോ. പോട്ടെ. സുലോചനെ, സുലോചനെ, വരുന്നു. എന്താ? നീ ആരോടെങ്കിലും പത്രം ഇടാൻ പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ ആരാ അതിൽ അവിടെ കൊണ്ടിട്ട്? ഞാനാട്ടെ. സാർ എണീറ്റോ? അതിന് ഞാൻ കിടപ്പിലല്ലായിരുന്നല്ലോ. അല്ല, ഉറക്കത്തിൽ എണീറ്റോന്ന് ചോദിച്ചേ. എണീക്കാതെ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? താനാണോ അതെല്ലാം കൂടി ഇവിടെ കൊണ്ടിട്ട്? അത് ഏത് ബ്രാൻഡാണെന്ന് അറിയാൻ വയ്യാത്തോണ്ട് എല്ലാ പേപ്പേഴ്സും കിടക്കട്ടെ എന്ന് കരുതി. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാലോ. ആരോട് ചോദിച്ചിട്ട്? എക്സ്ക്യൂസ് മീ, ആരോടും ചോദിച്ചിട്ടല്ല. ഇന്നലെ ഇവിടെ ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. സാറിന് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ? ഇതിനിപ്പോ എത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? എന്റെ ഒപ്പീനിയൻ പറഞ്ഞ ഇംഗ്ലീഷ് പത്രം വാങ്ങുന്നതാണ് നല്ലത്. മലയാള പത്രം എന്തിനു കൊള്ളാം? 2 കിലോ പഞ്ചസാര തികച്ചു പൊതിയാൻ കൊള്ളൂല. ഇംഗ്ലീഷ് ആവുമ്പോ 5 കിലോ അരി സുഖമായിട്ട് പൊതിയാ. ഇനി പൊതിയണ്ടെന്നാണെങ്കിൽ തൂക്കി വിറ്റാലും കാശ് കൂടുതൽ കിട്ടും. ഇവിടെ മലയാള പത്രം മതി. ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ മലയാളം നല്ലേ. അല്ല, മന്ത്ലി വീക്കിലീസ് ഒന്നും വേണ്ടേ? വേണം. വനിത, നാന, ചിത്രഭൂമി, വെള്ളി നക്ഷത്രം, മഹിളാരത്നം, ഗൃഹലക്ഷ്മി. താങ്ക് യു. നീ എന്താ പെട്ടിക്കട തുടങ്ങാൻ പോണോ? സാർ ഇടയ്ക്ക് കയറിയ ഫ്ലോ നഷ്ടപ്പെടുത്താതെ പ്ലീസ്. ചേച്ചി പറഞ്ഞോളൂ. ഇപ്പൊ ഇത്രയും മതി. വീട്ടിൽ ഒരിക്കൽ സെർവന്റിനെ വല്ലതും വേണോ? ആ പണിയുണ്ടോ എനിക്ക്? അത് മാത്രല്ല, വീട് വിൽക്കണം. ഉടനെ വേണ്ട. ലോൺ അടച്ചു തീർന്നിട്ടില്ല. ഞാൻ ഫ്രാങ്കാ. മുടക്ക് മുതൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഡിസ്പോസ് ചെയ്താലെന്താ? പരിചയക്കാർക്ക് ആർക്കെങ്കിലും വീടോ സ്ഥലമോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ, നിലം തുടയ്ക്കാനും തുണി നനയ്ക്കാനും ഒരു ജോലിക്കാരിയെ കിട്ടിയ കൊള്ളായിരുന്നു. ഐ വിൽ മാനേജ് ഇറ്റ്. ഗുഡ് മോർണിംഗ്. ഞാൻ ശിവൻപിള്ള, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജരാ. നമസ്കാരം. NSS കോളേജിലെ ലെക്ചറാണെന്ന് കേട്ടു. എന്റെ അനുജന്റെ മകള് സാറിന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പേരെന്താ? സതി. ഓ, അറിയാം. എന്റെ കൂടെ താമസം. എങ്ങനെയുണ്ട് പഠിക്കാൻ? കുഴപ്പമില്ല, പക്ഷേ ഫ്രണ്ട്സ് കുഴപ്പാ. ഈ കോളനിയിലെ ഫാമിലീസിലെ കുട്ടികളാ. കുറുമ്പ് കുറച്ച് കൂടുവന്നേ ഉള്ളൂ, കുഴപ്പക്കാരികളല്ല. എല്ലാരും എന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റേഴ്സാ. ആ, ചോദിക്കാൻ പറഞ്ഞു, എവിടെ അക്കൗണ്ട്? കാനറ ബാങ്കില്. താമസം ഇവിടെ സ്ഥിതിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സൗകര്യം. സാറിന്റെ മിസ്സസിന്റെ പേര് ഓരോ അക്കൗണ്ട് കുറഞ്ഞാം. ലോക്കൽ ഫെസിലിറ്റി ഉണ്ട്. ആലോചിക്കാം. ആലോചിച്ചാൽ പോരാ, തുടങ്ങണം. ഇതാ എന്റെ വീട്. ഫാമിലി ആയിട്ടൊരു ദിവസം അങ്ങോട്ടൊക്കെ വാ. എന്റെ മിസ്സസ് കമ്പനി വിടാൻ ഭയങ്കര വിളിക്കുക. വരട്ടെ. ഭയങ്കര ബോറായി പോയി. എനിക്കും തോന്നി, ആദ്യമായിട്ട് കാണുക. അപ്പൊ തന്നെ ഒരു ക്യാൻവാസിങ്. അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങേരെ വഴി നിർത്തിയത് ശരിയായില്ല. അകത്തോട്ട് കയറിയിരിക്കുന്ന പറയാനുള്ള മര്യാദ പോലും പ്രേമേട്ടൻ കാണിച്ചില്ലല്ലോ. പാലിനും മീനിനും പോകുന്നവരകത്ത് കയറ്റിയിരുത്തി സംഭാരം കൊടുത്ത് സൽക്കരിക്കുക, അതെന്താ വഴിയമ്പല? കാണിച്ചത് മര്യാദകേടാ. എന്നിട്ടും വാചകം കേട്ടില്ലേ? ഏതായാലും അങ്ങേരെ ക്ഷണിച്ച സ്ഥിതിക്ക് വൈകിട്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോകാം അല്ലേ? അയലത്തുകാരുമായിട്ട് കൂടുതൽ അടുപ്പം വേണ്ടാന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു, നീ മറന്നോ? ഏതായാലും അങ്ങേര് വന്ന് വിളിച്ച സ്ഥിതിക്ക് വൈകുന്നേരം നമുക്ക് അവിടെ വരെ ഒന്ന് പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. ചേച്ചി, ഞാൻ ഇറങ്ങുന്നു.
ചേച്ചി ഞാൻ ഇറങ്ങുന്നു. നീ എന്താ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങുകയാണോ ഇത്ര വിളിച്ചു പോവാൻ? എന്താ? ഒന്ന് മാറിക്കേ. അവനിത്തിരി പൈസ കൊടുക്കണം. ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കണ്ട. ചേട്ടനെ ചെവിയിലെത്തിക്കാൻ 100 പേരുണ്ടാവും. ഇത്രേ ഉള്ളൂ? നിനക്കെന്താ ഇത്ര ചെലവ്? ആ, സമരാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കണ്ട, ഇങ്ങി പോരണം. അതിന് ദുശാസനം സമ്മതിക്കൂ? ചേട്ടൻ കേക്കണ്ട. തൽക്കാലം ഹോളിഡേസിൽ വന്ന് നിൽക്കേ. സ്ഥിരമായിട്ട് താമസിക്കുന്ന കാര്യം ഞാൻ സാവധാനം സമ്മതിപ്പിച്ചോളാം. പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാ. ചേച്ചി എങ്ങനെങ്കിലും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എന്തോ? പിന്നെ നിന്റെ പഴയ സ്വഭാവം ഇവിടെ എടുക്കണ്ട. കൂടെ കൂടെ താമസം മാറാനായിട്ട് ഇത് വാടക വീടൊന്നുമല്ല. എന്നാ ചോറ്. കഴിച്ചു തുടങ്ങിയോ? സ്പെഷ്യൽ ക്ലാസ് ഉള്ള നേരത്തെ പോണം. അല്ലെങ്കിൽ എന്നാ നമ്മൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളത്? കള്ളം പറയരുത്. കഴിഞ്ഞ മാസം 17-ാം തീയതി അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ നമ്മൾ ഒരുമിച്ചിരുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കിരുന്നുണ്ട് ശീലിച്ചവരോട് പറഞ്ഞിട്ടെന്താ കാര്യം? കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ പാത്രത്തിൽ ശകലം പോലും ബാക്കി വെക്കാതെ മുഴുവനും കഴിച്ച മഹാനല്ലേ. പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ വീട്ടുകാർ പറഞ്ഞില്ലല്ലോ പെണ്ണ് എച്ചിൽ നിന്ന് വളർന്നവളാണെന്ന്. നീ പോടാ. ഭർത്താവിന്റെ ഇച്ചിഷ്ടം കഴിക്കുന്നതേ ഭാര്യയുടെ അവകാശമാ. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനും ബാക്കി വെച്ചിട്ടില്ല. ഒരാള് കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാള് കഴിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പിച്ചക്കാരാ. അതുകൊണ്ടല്ലേ ആദ്യ രാത്രിയിൽ പാല് മുഴുവൻ ഞാൻ തന്നെ കുടിച്ചത്. കേമത്തം പറയണ്ട. എല്ലാം ഷെയർ ചെയ്യുന്നതാ മാരീഡ് ലൈഫ്. അതിന് സ്നേഹം വേണം. ഇവിടെ ഒരാൾക്ക് പേരിലേ ഉള്ളൂ. ആരാ ഈ പേരിട്ടത്? പ്രേമേന്ദ്രൻ. പ്രേമിക്കാൻ അറിയാത്തൊരു പ്രേമേന്ദ്രൻ. നല്ല സാമ്പാറ്. അടുത്താള് വരട്ടെ. നല്ല പനിയുണ്ട്. ഞാൻ തരുന്ന മെഡിസിൻ ദിവസം 3 നേരം കഴിക്കണം. മോനെ ദാ പാല്. എന്താ മോന്റെ പേര്? ദീപു. ഇതാ മോനെ.